ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളൊരു ഷോർട്ട് വെക്കേഷനായിട്ട് സൗദിയിലേക്ക് പോരുകയാണ്. അപ്പം ഞങ്ങൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ എത്തിയിട്ട് നേരെ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോകണമല്ലോ. വെളിയിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ തേടി ഫ്ലൈറ്റ് ഇങ്ങോട്ട് വരില്ലല്ലോ. അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെ പോയി ലഗേജൊക്കെ ചെക്ക് ചെയ്തു. കുഴപ്പമൊന്നുമില്ല, നമുക്ക് എക്സ്ട്രാ ലഗേജസ് ഒന്നുമില്ല. അതുകൊണ്ട് അതെല്ലാം അവിടെ നിന്ന് പെട്ടി കയറ്റി അയച്ചിട്ട് നമ്മൾ എമിഗ്രേഷനിലേക്ക് പോയി. അവിടെ നിന്നും ക്ലിയർ ചെയ്തു. അവിടുത്തെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിനകത്ത് കയറിയില്ല. അതുവഴി കയറിയാണ് നമ്മൾ ഫുഡ് കോർട്ടിലേക്ക് പോകുന്നത്. അതുവഴി കയറി നമ്മൾ ഫുഡ് കോർട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വെളുപ്പിനൊരു 3:45 ഇറങ്ങിയതാണ്. ആകെ ടയേർഡായിട്ടുണ്ട്, ഉറക്കം വരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഓരോ സെറ്റ് ഇഡ്ഡലിയാണ് ഓർഡർ ചെയ്തത്. ആവിക്കുട്ടന് എന്തോ ബർഗർ വേണമെന്ന് പറഞ്ഞു. ഒരു ഇഡ്ഡലിക്ക് 100 രൂപ, 340 രൂപയല്ലേ ഒരു ഇഡ്ഡലിക്ക് 100 രൂപ. കഴിച്ചു. വേണ്ടാന്ന് ഞാൻ അവനോട് പറഞ്ഞതാണ്. അപ്പോൾ അവന് പറ്റത്തില്ല, അവന് ബർഗർ തന്നെ തിന്നണം എന്ന് പറഞ്ഞ് ബർഗർ തിന്നിച്ച് നടക്കുന്ന നടപ്പാണ് ഈ കാണുന്നത്. ഇതാണ് നമുക്ക് പോകാനുള്ള നമ്മുടെ സ്വന്തം ഫ്ലൈറ്റ്. കുറച്ച് നേരത്തേക്ക് ഇവൻ നമ്മുടെ സ്വന്തമാണല്ലോ. അങ്ങനെ അതുമൊക്കെ കണ്ട് ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. നമ്മളിനി നേരെ ബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ നമ്മളിതാ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് നടന്ന് നീങ്ങുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിതാ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ ഒരു നമസ്കാരം പറഞ്ഞ് അവർ അകത്തേക്ക് ക്ഷണിക്കും. പിന്നെ ഞങ്ങൾ പോയി സീറ്റൊക്കെ കണ്ടുപിടിച്ച് സീറ്റിൽ സെറ്റിലായി. എൻ്റെ സൈഡ് സീറ്റ് അവൻ കൊണ്ടുപോയി. പക്ഷേ കുഴപ്പമില്ല. പിന്നെ നമ്മളിതാ ആദ്യമായിട്ട് എയ്റോപ്ലെയിനിൽ വെച്ച് സെറ്റാക്കി ഓണാക്കിയതിന് ശേഷം നമ്മൾ ഫ്ലൈ ചെയ്യാൻ പോവുകയാണ്. വണ്ടി ടേക്ക് ഓഫ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം പതിയെ ഓടിയിട്ട് പിന്നെ അവനിങ്ങനെ സ്പീഡിലൊരു ഓട്ടം ഉണ്ട്. എൻ്റെ സാറേ, ഓടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പോലും അറിയാത്ത ഒരു സെക്കൻഡിൽ അവൻ നമ്മളെയും കൊണ്ട് അങ്ങ് പൊങ്ങും. ആ പൊങ്ങുമ്പം ഒരു പ്രത്യേക ഫീലാണ്. എന്താ ഫീലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കാലിന് താഴോട്ടൊരു പിടുത്തം ഉണ്ടല്ലോ, ആ പിടുത്തം അങ്ങ് വിട്ടിട്ട് ഒരു ബലൂൺ പോലെ നമ്മളിങ്ങനെ പൊങ്ങി പോകുന്നൊരു ഫീല്. പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വലിയ ഫീലിങ്സ് ഒന്നും തോന്നത്തില്ല, പിന്നെ സെയിമാണ്. പിന്നെ നമ്മുടെ നാട്ടുകാർക്ക് മാത്രം കാണാൻ കിട്ടുന്നതാണ് കേട്ടോ ഈ പച്ചപ്പും ഹരിതാപയും. അതിങ്ങനെ ആകാശത്തുനിന്ന് കാണാൻ അതൊരു സൂപ്പർ കാഴ്ച തന്നെയാണ്. അതൊന്ന് നേരിട്ട് കാണേണ്ട തന്നെ ഒരു കാഴ്ചയാണ്. ഇങ്ങനെ ആകാശത്തിന് മുകളിൽ കൂടെ നോക്കുമ്പോൾ നമ്മൾ പുഴകൾ കാണും, വണ്ടികൾ കാണും, നിറയെ മരങ്ങൾ കാണും. എന്ത് കളറാണ്. പിന്നെ മുകളിലോട്ട് നോക്കുമ്പോൾ നമുക്ക് സൂര്യനെ കാണാം. പിന്നെ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും ഇത് ആകാശത്ത് കൂടിയാണ് പോകുന്നതെന്ന് കാണുന്ന ഒരു കിടിലൻ ഫീലിംഗ് ആണ് മക്കളെ. പിന്നെ കുറേ നേരം ഓടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മരുഭൂമിയൊക്കെ കാണാൻ തുടങ്ങി. ഇപ്പോഴല്ലേ നമ്മുടെ നാടും ഇതും തമ്മിലുള്ള വ്യത്യാസം അറിയുന്നത്. ഈ കാണുന്നത് കടലാണ്, മുകളിൽ ആകാശവും താഴെ കടലും. അങ്ങനെ കുറേ നേരത്തെ യാത്ര കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ ടയേർഡായി. ഞാനൊന്ന് ഉറങ്ങി. ഇപ്പോൾ കാണുന്നത് മുകളിൽ ആകാശമാണ്, താഴെ കടലുമാണ്. പക്ഷേ ആവിക്കുട്ടന് ഇടയ്ക്ക് ചെറിയ ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നം വന്നുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും പിന്നെ നമ്മൾ ലാൻഡ് ചെയ്യാൻ തുടങ്ങിയാണ്. ഇവിടെ വരുമ്പോഴാണ് ഒരു ആർക്കിടെക്ചറിൻ്റെയൊക്കെ ഒരു പ്രത്യേക ബ്യൂട്ടി നമുക്ക് മുകളിൽ കൂടെ കാണാൻ പറ്റും. ഇത് കടലും അതിൻ്റെ ഇടയിലുള്ള ചെറിയ ഭാഗങ്ങളാണ് അവർ ഓരോ പ്രത്യേക സിറ്റികളായിട്ടും ഒക്കെ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് നോക്കൂ, ഇത് കടലാണ്. അതിനൊരു പ്രത്യേകം നീല കലർന്ന പച്ച കളറുണ്ടായിരുന്നു ആ കടലിന്. അതൊരു നല്ല ഇതാണ്. അതോ ആ ദൂരെ കാണുന്ന കണ്ടോ ഒരു ബട്ടർഫ്ലൈ പോലെ ഇരിക്കുന്ന അതൊരു ചെറിയ ലാൻഡ് മാസാണ്. അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇവിടോട്ട് നോക്കിക്കാൻ നമ്മുടെ നാട് പോലെയല്ല. അവിടെ ഇവിടങ്ങളിലൊക്കെ ആയിട്ട് 1-2 ഇലച്ചെടികളോ മരങ്ങളോ ഒക്കെ കാണും. പക്ഷേ അതിനൊന്നും നമ്മുടെ പച്ചക്കളറൊന്നുമില്ല. മൊത്തത്തിലൊരു മണൽ കളറാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ എന്തൊക്കെയോ ചിത്രപ്പണികൾ ചെയ്തിട്ടുള്ളത് പോലെയോ അല്ലെ പണ്ടത്തെ ഹാരപ്പൻ കൾച്ചറിൻ്റെയൊക്കെ പഴയ ഫോട്ടോസൊക്കെ കാണുന്നൊരു ഫീലാണ്. അതൊക്കെ കണ്ടതാ നമ്മൾ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ലാൻഡ് ചെയ്യുമ്പോഴും ഈ പറഞ്ഞ പോലെ മുകളിൽ നിന്ന് താഴോട്ട് വന്നൊരു പിടുത്തം കിട്ടുന്നൊരു ഫീല് നമുക്ക് ഫീൽ ചെയ്യും. അതാണ് നമ്മൾ ലാൻഡ് ചെയ്യുമ്പോഴുള്ളൊരു വ്യത്യാസം. അങ്ങനെ ഞങ്ങൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുന്നു. താങ്ക് ഗോഡ്. അപ്പോൾ സേഫായിട്ടുള്ള ഓരോ യാത്രകൾക്കും നമ്മൾ ദൈവത്തിനോട് നന്ദി പറയുന്നു. ഇതാണ് നമ്മുടെ കിങ് ഫഹദ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ദമാം. അവിടെ നമ്മൾ ലാൻഡ് ചെയ്തു. നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ശരി എന്നാൽ, ബൈ.